കർണാടകയുടെ മാർഗത്തിലേക്ക് ഇപ്പോൾ മഹാരാഷ്ട്രയും കടക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് കർണാടകയിൽ ഹിജാബ് നിരോധനം എത്രത്തോളം വലിയ പ്രത്യാഘാതങ്ങളാണ് കർണാടകയിൽ സൃഷ്ടിച്ചത്. അവിടെയുള്ള മതമൗലികവാദികൾ, പോപ്പുലർ ഫ്രണ്ട് അടക്കമുള്ള മതമൗലികവാദികൾ അവിടെ എങ്ങനെയാണ് ഹിജാബ് നിരോധനത്തെ അവിടെ ആക്രമണം അഴിച്ചുവിടാൻ അവിടെ ആ വിഷയത്തെ ഉപയോഗിച്ചത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് കർണാടകയിൽ പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നത്. എന്നാൽ ഇപ്പോൾ മഹാരാഷ്ട്രയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് 10ാം ക്ലാസ്സിലേക്കുള്ള മഹാരാഷ്ട്ര സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റ് പരീക്ഷ 21 ഫെബ്രുവരി ആരംഭിക്കാനിരിക്കെ ഇപ്പോൾ 10-12 തീയതികളിൽ നടക്കാനിരിക്കുന്ന സംസ്ഥാന ബോർഡ് പരീക്ഷകളിൽ ബുർഖ ധരിച്ചു വരുന്ന കുട്ടികളെ നിരോധിക്കണം, അതായത് ബുർഖ നിരോധിക്കണം എന്നാണ് മഹാരാഷ്ട്ര മന്ത്രിയും ഭാരതീയ ജനതാ പാർട്ടി നേതാവുമായിട്ടുള്ള നിതേഷ് റാണെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ദാദാ ബുസയെ അഭിസംബോധന ചെയ്ത് കത്ത് അദ്ദേഹം അയച്ചിരിക്കുകയാണ്. പരീക്ഷാ ഹാളിൽ ബുർഖ ധരിക്കാൻ വനിതാ വിദ്യാർത്ഥികളെ അനുവദിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് സുരക്ഷാ അപകടങ്ങൾക്കും കോപ്പിയടിക്കും കാരണമാകും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ച് കത്തും പുറത്തുവിട്ടിട്ടുണ്ട്. 10-12 ബോർഡ് പരീക്ഷകൾ എഴുതുന്ന വിദ്യാർത്ഥികളെ ബുർഖ ധരിക്കാൻ അനുവദിക്കരുത്. ആവശ്യമെങ്കിൽ പരിശോധന നടത്താൻ വനിതാ പോലീസുകാരെയോ വനിതാ ഉദ്യോഗസ്ഥരെയോ നിയോഗിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ പരീക്ഷകൾ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് അത്യന്താപേക്ഷിതമാണ്. കോപ്പിയടിച്ച് ജയിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാവി തുലാസിലാകും എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ മഹാരാഷ്ട്രയ്ക്ക് കൂടെ അത് നാണക്കേടാണ് എന്നും അദ്ദേഹം പറയുന്നു. അവ ഒരു തരത്തിലുള്ള തട്ടിപ്പും ക്രമക്കേടും കൂടാതെ സുതാര്യമായി നടത്തേണ്ടത് അനിവാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ കത്തിലെ ചില സുപ്രധാനമായിട്ടുള്ള പോർഷൻസ് ഇങ്ങനെയാണ്: പരീക്ഷകരെ ബുർഖ ധരിക്കാൻ അനുവദിച്ചാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ മറ്റു മാർഗങ്ങളോ തട്ടിപ്പിന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ പ്രയാസമാണ്. എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടായാൽ അത് സാമൂഹിക ക്രമസമാധാന പ്രശ്നത്തിലേക്കും നയിക്കും, നിരവധി വിദ്യാർത്ഥികളെ ബാധിക്കുകയും ചെയ്യുമെന്നാണ് റാണെ പറയുന്നത്. പോരാത്തതിന് മതപരമായ വസ്ത്രങ്ങൾ വീടുകളിലും ആരാധനാലയങ്ങളിലും മാത്രമായി പരിമിതപ്പെടുത്തണം. മറ്റുള്ളവർ അവരുടെ മതപരമായ വസ്ത്രങ്ങൾ സ്കൂളുകളിലോ കോളേജുകളിലോ കൊണ്ടുവരുന്നില്ലെങ്കിൽ എന്തിന് മുസ്ലിങ്ങളെ അതിന് അനുവദിക്കണം? നിങ്ങളുടെ മതം നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ മതസ്ഥലങ്ങളിലും സൂക്ഷിക്കുക. ഇതൊരു ഹിന്ദുത്വ സർക്കാരാണ്. ആരെയും അനുനയിപ്പിക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. നിങ്ങളുടെ മതം നിങ്ങൾക്കും ഫോളോ ചെയ്യാം, ഞങ്ങളുടെ മതം ഞങ്ങൾക്കും ഫോളോ ചെയ്യാം. എന്നാൽ അത് നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ വീടുകളിലും മതി, ഒരു പൊതുസ്ഥലത്ത് വേണ്ട എന്നാണ് മന്ത്രി കൂട്ടിച്ചേർക്കുന്നത്. മഹാരാഷ്ട്രയിലെ തുറമുഖ വികസന മന്ത്രിയാണ് കങ്കാവലിയെ പ്രതിനിധീകരിക്കുന്ന MLA ആയ റാണെ. അദ്ദേഹത്തിൻ്റെ അപേക്ഷ സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രാലയം പരിഗണിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതുവരെ അത് തൊട്ടിട്ടില്ല എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. എന്തായാലും മഹാരാഷ്ട്ര ഇപ്പോൾ കർണാടകയുടെ വഴിയിലേക്ക് പോവുകയാണ്. ഓരോരോ മന്ത്രിമാരായി ഇത്തരത്തിൽ ഒരു സ്വരങ്ങൾ ഉയർത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.